പാവപ്പെട്ട ആളുകൾക്ക് കൊടുക്കാൻ ഈ സർക്കാർ താല്പര്യം കാണിക്കണമെന്നാണ് എനിക്ക് അവസരത്തിൽ സൂചിപ്പിക്കാനുള്ളത്. കെ തുളസി എന്ന് പറയുന്ന ശ്രീകണ്ഠൻ്റെ ഭാര്യയാണ്. ആ ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP ആണ്. ആ MP-യുടെ ഭാര്യയ്ക്ക് ആദ്യത്തെ റൗണ്ടിൽ കൊടുക്കുക. എന്നാൽ പിന്നെ എന്തുകൊണ്ട് രമ്യ ഹരിദാസിനെ പരിഗണിച്ച് കൂടാവുന്ന ആലോചിച്ച് നോക്കിയേ. ഇത് അനീതിയല്ലേ? ഇത് കാണിക്കുന്നത് ശരിയാണോ? നിങ്ങൾ ചോദിക്കണം, VD സതീശനോട് ചോദിക്കണം. ഇത് കൊള്ളരുതായ്മയാണ് ഞങ്ങളോട് കാണിക്കുന്നത്, അനീതിയാണ്. ആദിവാസി കോൺഗ്രസിന് ഇത് പറയാനുണ്ട്. ഒരിക്കലും ഞങ്ങളോട് ഇത്തരത്തിലുള്ള അവഗണന കാണിക്കും എന്ന് ഞങ്ങൾ പ്രതീക്ഷിച്ചില്ല. 102 സീറ്റോടുകൂടി ഞങ്ങളൊക്കെ വളരെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന ആളുകളാണ്. വളരെയധികം ബുദ്ധിമുട്ട്. ഞാനൊരു ദിവസം ഒരു 1-2 കോളനി പോയപ്പോൾ 15 ആളുകൾ ഒരു കുടുംബത്തിൽ ജീവിക്കുക. 2 മുറി മാത്രമുള്ള കുടുംബത്തിൽ അവർക്ക് ഒരു നേരം ഭക്ഷണമുള്ളൂ. അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഈ ഗവൺമെൻറ് IC ബാലകൃഷ്ണനെ 5 കൊല്ലം പരിഗണിക്കണം. ആദിവാസിയായിട്ടുള്ള IC ബാലകൃഷ്ണൻ MLA 4 തവണ ജയിച്ച അദ്ദേഹത്തെ 5 കൊല്ലം പരിഗണിക്കേണ്ടതാണ്. ശ്രീകണ്ഠനോടെല്ലാം മര്യാദ കാണിക്കേണ്ട, ആദിവാസികളോട് മര്യാദ കാണിക്കേണ്ട. അട്ടപ്പാടിയിലെ പാവപ്പെട്ട ആദിവാസികളുടെ ജീവിത സാഹചര്യം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്. ശ്രീകണ്ഠൻ എന്ന് പറയുന്ന MP ഇതൊന്നും തിരിഞ്ഞു നോക്കാത്ത ആളാണ്, എനിക്ക് നേരിട്ടറിയാം. അതുകൊണ്ടാണ് എനിക്ക് പറയാനുള്ളത്, ആദിവാസികളുടെ ഒട്ടേറെ വിഷയങ്ങൾ, ഈ വിഷയം കൈകാര്യം ചെയ്യാൻ ഗവൺമെൻറ്റിന് താല്പര്യമുണ്ടെങ്കിൽ IC ബാലകൃഷ്ണനെ 5 കൊല്ലത്തേക്ക് മന്ത്രിയായിട്ട് തീരുമാനിക്കണം എന്നാണ് ഈ ആദിവാസി കോൺഗ്രസിൻ്റെ പ്രശ്നം എന്നുള്ളതിനൊക്കെ എനിക്ക് പറയാനുള്ളത്. ആദ്യത്തെ ടേം തന്നെ, ടേം ആണെങ്കിലും ആദ്യത്തെ ടേമിൽ IC ബാലകൃഷ്ണൻ കൊടുക്കണം. അതായത് പ്രിയങ്ക ഗാന്ധി, രാഹുൽ ഗാന്ധിയുടെ അടുത്ത് ഡൽഹിയിൽ പോയി ഞാൻ നേരിട്ട് കൊടുത്തതാണ് കത്ത്. അവിടെ നിന്ന് നിർദ്ദേശം വന്നിട്ട് പോലും ഇവിടെ പരിഗണിക്കാതെ അവഗണിക്കപ്പെടുന്നത് ഈ സമൂഹത്തോട് ചെയ്ത കൊടും വഞ്ചനയാണ് നമ്മൾ മനസ്സിലാക്കുക. കൊടും വഞ്ചന.